ഉണ്ണിമൂന്നൻ്റെ മാസ്കോടെ സെയിം കഥ തന്നെ. തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ ഇടി 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 മാത്രമേ ഉള്ളൂ. അതിൽ കുറച്ച് സെന്റിമെന്റ് ഉണ്ട്. ഇവിടെ പടം പോകൂല. പവൻ കല്യാൺ തെലുങ്കാന കത്തിച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. കത്തിച്ച് ഒരേ ഇടി മാത്രമേ ഉള്ളൂ. പടം എനിക്ക് മനസ്സിലായില്ല. പക്ഷേ തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ പോറില്ലാതെ പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ? കുഴപ്പമില്ല. മറ്റേ പഴയ പടത്തിനെക്കാട്ടിലും ഇത് കൊല്ല. ബോറില്ല. തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ അടി മാത്രമേ ഉള്ളൂ. മറ്റേ ഉണ്ണിമൂന്നൻ്റെ ആ പടത്തിൻ്റെ അതേ സ്റ്റൈല്, കഥയും അതേപോലെ തന്നെ. പവൻ കല്യാൺ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കാണാം. അത്രയാണ്, വലിയ ഇതില്ല, കാണാം. പവൻ കല്യാൺ എങ്ങനെയുണ്ട്? ഫാൻസ് ആണോ, ഫാനാണോ? ഇഷ്ടപ്പെട്ടോ? ഫൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫൈറ്റ്, മ്യൂസിക് ഫൈറ്റും ഒക്കെ എല്ലാം കൊള്ളായിരുന്നു. അല്ല, ഇത് പവൻ കല്യാണിന്റെ പഴയ പടങ്ങൾ വെച്ചിട്ട്, അതായത് തമ്മുടു, അതാണ് വിജയ് ബദ്രിയായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഒക്കടു, അതായത് പവൻ കല്യാണും മഹേഷ് ബാബു എടുത്ത പടങ്ങളാണ് വിജയ് തമിഴിലെടുത്തത്. പക്ഷെ നമുക്കിവിടെ പവൻ കല്യാണിന് ഫാൻസ് കേരളത്തിലില്ല. അതുകൊണ്ട് ഇവിടെ ഒരു തിയേറ്ററിലും PR ഒക്കെ ഉള്ളൂ. പക്ഷേ മ്യൂസിക് അന്യായം. അതായത് തമൻ നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് മ്യൂസിക്കിന് വേണ്ടി. അപ്പോൾ അടുത്ത ജനറേഷനിൽ മേക്കിംഗ് സ്റ്റൈല് എന്താണെന്ന് ഈ പടത്തിലുള്ളത്. പിന്നെ കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടന്റായിട്ട് പറയാനില്ല. പക്ഷേ മേക്കിംഗ് ഒരു ഗാങ്സ്റ്റർ മൂവിക്കുള്ള എല്ലാ കണ്ടന്റ് ചേരുവകളും ഉണ്ട്. ഇവിടെ തമിഴ് ഡബ് എങ്ങനെ ഉണ്ടായിരുന്നു? തമിഴ് ഡബിനേക്കാളും തെലുങ്ക് കാണാനാണ് സൂപ്പർ. കാരണം പവൻ കല്യാണിൻ്റെ റിയൽ വോയിസ് കേൾക്കാൻ പറ്റും. അദ്ദേഹം ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഡെപ്യൂട്ടി CM ആയിട്ട് ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ ഒരു പൊസിഷനിൽ എത്തണമെങ്കിൽ ഒരു മുഖ്യമന്ത്രി ആവണമെന്നുണ്ടെങ്കിൽ അത്ര ഈസി അല്ല. അപ്പോൾ പുള്ളിയുടെ ഇനി അടുത്ത 2 വരുമ്പോൾ അറിയാം എങ്ങനെയാണെന്ന്. ഇവിടെ പടം അടിപൊളിയാണ്. ഒരു കൊമേഴ്ഷ്യൽ ലെവലിൽ നോക്കുമ്പോൾ പടം അത്യാവശ്യം സൂപ്പറാണ്. സെക്കൻഡ് ഹാഫിലൊരു ഇപ്പം ഇമോഷണൽ പിടിച്ചതില്ല, ലാഗെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇപ്പം ഒന്ന് സ്ലോ പേസിലോട്ട് പോയി. പക്ഷെ കൊമേഴ്ഷ്യൽ എലമെൻ്റൊക്കെ കൊള്ളാം, ഇൻ്റർവെൽ ബ്ലോക്ക് കൊള്ളാം. പിന്നെ കൊറിയൻ ഇതൊക്കെ പറയുന്നത് ആളുടെ ജസ്റ്റേഴ്സും കാണിക്കുന്ന ആക്ഷൻസൊക്കെ ഒരുപോലെ ഇരിക്കുന്നവർ, അത് മാത്രം ഇച്ചിരി ഇറങ്ങിയില്ല കൊറിയൻ പറയണത്. ബാക്കി അത്യാവശ്യം, പക്ഷേ ഒരു മോശം പടമല്ല, നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു കൊമേഴ്ഷ്യൽ. ഞാൻ പവൻ കല്യാൺ മൂവി അങ്ങനെ കൂടുതൽ കണ്ടിട്ടില്ല, OTTയിൽ കുറച്ച് പടങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കൊള്ളാം, നല്ലൊരു ട്രെയിൻ. ഭയങ്കര അലിബ് മലങ്കലത്ത് അങ്ങനെയൊന്നുമില്ല, നല്ലൊരു പടം തിയേറ്ററിൽ കാണാൻ പറ്റും. തമൻ സൂപ്പർ ബീജിയമാണ് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ളത്. തമൻ്റെ ഗ്രേറ്റ് വർക്ക്. ആ ഗൺസ് ആൻഡ് റോസസ് എന്ന ഒരു മ്യൂസിക്കാണ് ഏറ്റവും എലിവേറ്റ് ചെയ്തത്. സോ മ്യൂസിക് വൈസ് അടിപൊളി പടവും സിനിമാറ്റോഗ്രഫി വൈസ് ആയാലും. പിന്നെ ഇമ്രാൻ അടിപൊളിയായിട്ട്, വില്ലനിസം ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇമ്രാൻ വർക്കായിട്ടുണ്ട്, വേറെ മോശമൊന്നുമില്ല വില്ലനിസം. പിന്നെ പടത്തിൻ്റെ ചെറിയൊരു ഫ്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറവുണ്ട്, അതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ ഓവറോൾ പടം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ഗംഭീരമൊന്നുമല്ല, പക്ഷേ നല്ലൊരു തിയേറ്റർ വാച്ചാണ്. എല്ലാവരും തിയേറ്റർ പറയുന്നുണ്ട്. പറയാനായിട്ടൊന്നുമില്ല, സംഭവം കൊള്ളാം. ഞാൻ പറഞ്ഞ പോലെ പടങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ സംഭവമൊന്നുമില്ല, കൊള്ളാം. പിന്നെ ക്ലൈമാക്സിൽ സെക്കൻഡ് പാർട്ടൊക്കെ വരുന്നതെന്ന് പറയണം, അത് മാത്രം ഒന്ന് മാറ്റായിരുന്നു. ബാക്കിയെല്ലാം ഓവറോൾ കൊള്ളാം. ഇൻ്റർവെൽ സീനൊക്കെ ഭയങ്കര രസമായിരുന്നു. തമ്മൻ്റെ മ്യൂസിക് എങ്ങനെയുണ്ട്? അത് വിഷു രക്ഷയില്ല. BGM തന്നെയാണ് മൈൻഡിൽ കിടന്ന് കൊടുത്തത്. ഓക്കെ, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ? ഓക്കെ. മൊത്തത്തിൽ എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ട? വേറെ എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ? ഇഷ്ടപ്പെട്ടത് BGM കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ ഫൈറ്റ് സീൻസ് കുറേ കൊള്ളാം. ഇൻ്റർവെല്ലിൽ ഒരു സാധനമുണ്ട്, അത് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സാറ്റിസ്ഫാക്ഷൻ അത് മാത്രം തന്നെ. തമിഴ് ഡബ് എങ്ങനെയുണ്ട്? തമിഴ് ഡബ് കുഴപ്പമില്ല. പിന്നെ ആൾക്ക് അധികം എക്സ്പ്രഷൻസ് കാര്യങ്ങളൊന്നും വരാതെയാണ് അടുത്തൊന്നും. ഇതൊരു മഹേഷ് ബാബു, വേറെ കുഴപ്പമില്ല. തമിഴ് ഡബ് എങ്ങനെയുണ്ട്? തമിഴ് കൊള്ളാം. ഡബിനൊരു പ്രശ്നമുണ്ട്, നല്ല ഡബിങ് തന്നെയാണ്, വേറെ ഒരു പ്രശ്നമുണ്ട്. ഫ്ലോ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഡബിങ് അതല്ല, പടം ഒരിക്കലും മോശമൊന്നുമില്ല. നമുക്ക് തിയേറ്റർ കാണാൻ പറ്റിയ ഒരു ബെസ്റ്റ് പടം. പിന്നെ OTT വരുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. തിയേറ്റർ കാണാൻ പറ്റിയ നല്ല പടം, എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക.